എല്ലാവരും എത്തിയാ? ഓക്കെ, ഇനി വരാണ്ടല്ലോ ആളുകളല്ലേ? തുടങ്ങിയേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ പുതുതായിട്ട് ചേർന്നവരും കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്റ്റിച്ചിങ് ഏകദേശം അറിയാം. കട്ടിങ്ങിനോട് വശമില്ലാത്ത ആളുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സിംഗിൾ കോഴ്സ് എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു നോർമൽ രീതിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ടാണ് നമ്മൾ ഈ കട്ടിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവുകൾ ആദ്യം നമ്മൾ എഴുതി വെക്കണം. ഏറ്റവും ആദ്യം നമുക്ക് അളവുകളാണ് വേണ്ടത്. ആർക്കാണോ നമ്മൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആളുടെ ബോഡിയിൽ നിന്നുള്ള അളവുകളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഈ പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസിൽ തന്നെ നല്ല ഇറക്കിയിട്ട് ഇടുന്നതുകൊണ്ട് പ്രിൻസസ് കട്ട് മോഡൽ, അതായത് ഒരു ടോപ്പ് ടൈപ്പിൽ ഇടുന്നത്, പട്ടുപാവാടയുടെ ഒക്കെ ടോപ്പ് ഉണ്ടല്ലോ, ആ മോഡലിൽ തയ്ക്കുന്നവരുണ്ട്. ഒരു ബ്ലൗസ് എന്ന് പറയില്ല, അല്ലാതെ നമ്മൾ നോർമൽ സാരിക്ക് എടുക്കുന്ന പോലുള്ള ബ്ലൗസുകളൊക്കെയായിട്ടും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് സാരി ബ്ലൗസ് പോലുള്ള ഒരു ഏകദേശം നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത് വരെയുള്ളൊരു ബ്ലൗസാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ഞാൻ പറയുന്ന അളവുകൾ 1 by 1 ആയിട്ടൊന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം വരുന്ന അളവ് എന്ന് പറയുന്നത് ലെങ്ത് തന്നെയാണ്. ഏതൊരു ഡ്രസ്സിനും നമ്മൾ ആദ്യം അളവുകൾ മാർക്ക് ചെയ്യുന്നത് നീളമാണ്. ഓക്കെ, അപ്പോൾ ആ നീളം എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ബോഡിയിൽ നിന്ന് അളന്നെഴുതിയെടുക്കുക. അളന്നെഴുതിയെടുക്കുമ്പോഴേ ടേപ്പ് ഈ ഭാഗത്ത് തന്നെ വെക്കണം. ഇവിടെ നമ്മുടെ പഴയ ക്ലാസ്സിലുള്ളവരും ഇതിലുണ്ട്. അപ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ബോറടിക്കും. എന്നാലും പുതിയ ആളുകളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാണ്ട് വിശദീകരിക്കണമെന്നില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പൊടി തട്ടുകയാണെന്ന് മാത്രം. ഈ ഭാഗത്തു നിന്നായിരിക്കണം ഏതൊരു അളവെടുക്കുകയാണെങ്കിലും, ലെങ്ത്തിൻ്റെ ഏതൊരു അളവെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഭാഗത്തു നിന്നായിരിക്കണം നമ്മൾ അളവെടുത്ത് വരേണ്ടത്. കാരണം നമ്മൾ നെക്കുകൾ പല ടൈപ്പിലുള്ള നെക്കുകൾ തയ്ക്കും അല്ലേ? അപ്പോൾ ഈ ഇടുങ്ങി പിടിച്ചിട്ടുള്ള നെക്കുകളൊക്കെ തയ്ക്കുമ്പോൾ ആ നെക്കിൻ്റെ ഈ ഒരു ഓപ്പൺ പകുതി, നെക്കിൻ്റെ ഈ ഒരു ഭാഗം ഷോൾഡർ വരുന്നത് ഈ ഭാഗത്തു നിന്ന് ഇവിടെ ആയിരിക്കും നിൽക്കുക അല്ലേ? ഇവിടുത്തെ കൂടുതലുള്ള നെക്കുകളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടത് ഇങ്ങനെ ഈ ഭാഗത്തേക്കായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ രണ്ടിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കി നോക്കുക. ഈ മേൽഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഇറക്കവും ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് വരുന്ന ഇറക്കവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമ്മളത് നെക്കിനെ ബേസ് ചെയ്തിട്ട് വേണം ക്ലിയർ ചെയ്യാൻ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, ആദ്യം അളവെടുക്കുമ്പോൾ തന്നെ ഇവിടുന്ന് പോയിട്ടൊന്നും അളവെടുക്കാൻ പാടില്ല. നമ്മൾ ഇവിടുന്ന് തന്നെ നീളം കണക്കാക്കി എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഏത് നെക്കാണോ അതിലേക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ച് അത് തിരുത്താൻ. ഇവിടുത്തെ ലെങ്ത്ത് വേണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ തിരുത്താൻ. ഓക്കെ, അപ്പോൾ നീളം എത്രയാണോ വേണ്ടതെന്നുള്ള രീതിയിൽ അത് നോക്കാം. ഏകദേശം ഒരു 15 ഇഞ്ചോളം നീളം വരും, ചിലർക്ക് 14 ഇഞ്ച് വരും. ഇനി കുഞ്ഞു കുട്ടികൾക്കൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതിൽ. കാരണം വലിയവരുടെ പോലുള്ള ബോഡി ഷേപ്പ് അല്ല കുഞ്ഞു കുട്ടികൾക്ക് വരുന്നത്, അതിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് എഴുതിയിട്ട് ഇത്ര എന്ന് എഴുതി വെക്കുക തന്നെ വേണം കേട്ടോ. നമുക്ക് ഉച്ചയ്ക്ക് നമുക്കത് കട്ട് ചെയ്യാം. ഇനി അടുത്തത് വരുന്നത് ബസ്റ്റിൻ്റെ ലെങ്ത്താണ്. നമ്മുടെ മാറിൻ്റെ ബസ്റ്റ് പോയിൻ്റ് ഉണ്ട്, നിപ്പിൾ പോയിൻ്റ് ഉണ്ടല്ലോ, അവിടുത്തെ നീളം, അതും ഇവിടെ നിന്ന് തന്നെ അളവെടുക്കണം കേട്ടോ. അവിടുത്തെ നീളം എത്ര ഇഞ്ച് വരുന്നുണ്ട് എന്നുള്ളത് നോക്കുക, അത് എഴുതി വെക്കുക. ബസ്റ്റ് ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോ വന്നിട്ട് മുറ്റത്ത് നിൽക്കേണ്ട സൗണ്ടൊന്ന് കഴിയട്ടെ. കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ രണ്ടാം തവണ പറഞ്ഞത് എന്താണ്, ബസ്റ്റിൻ്റെ ലെങ്ത്ത് എവിടെയാണ് വരുന്നത് എന്നുള്ളത് നോക്കണം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇക്വേഷൻസ് അനുസരിച്ചിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ബോഡിയിൽ നിന്ന് അളവെടുത്ത് മാർക്ക് ചെയ്യുമ്പോഴും വ്യത്യാസങ്ങൾ രണ്ട് ടൈപ്പാണ്. ഓക്കെ, നമുക്കിപ്പോൾ വേണ്ടത് ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള എങ്ങനെയാണ് കണക്കാക്കുക എന്നുള്ളതാണ് ഇക്വേഷൻസ്. ഇതിൽ ഇക്വേഷൻസ് ഉണ്ട്, വല്ലാണ്ട് കണ്ടിട്ട് ഞാൻ പറഞ്ഞുതരാം. അതാത് ഭാഗങ്ങളെത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബസ്റ്റിൻ്റെ ലെങ്ത്ത് എഴുതിയെടുത്തില്ലേ? ആ ബസ്റ്റിൻ്റെ ലെങ്ത്ത് എഴുതിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഏതാ, നെക്കിൻ്റെ ലെങ്ത്ത്. എത്രയാണ് നെക്കിന് ലെങ്ത്ത് വേണ്ടത് എന്നുള്ളതാണ് എഴുതിയത്. ഓക്കെ, അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് എഴുതി വെച്ചതിന് ശേഷം ബാക്കിലെ നെക്കിൻ്റെ ലെങ്ത്തും എഴുതി വെക്കണം. ഓക്കെ, അതിനുശേഷം പിന്നെ നമുക്ക് ലെങ്ത്തായിട്ട് പിന്നെ നമുക്കിതൊന്നും എടുക്കാൻ ബാക്കിയില്ല. ഫുൾ ലെങ്ത്ത് എടുത്തു, ഫസ്റ്റ് ലെങ്ത്ത് എടുത്തു, നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തു, ബാക്കിലെ നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തു. അപ്പോൾ ലെങ്ത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് വീതിയാണ് അല്ലേ? വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ വരുന്ന വീതി ഏതാ, നെക്കിൻ്റെ വീതി നെക്ക് എടുത്ത് അത് കിട്ടാൻ പിന്നെ ഷോൾഡർ കൊടുത്ത് അല്ലേ, പിന്നാണ് താഴേക്കുള്ള വീതികൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്ക് വിടുത്ത് നമുക്ക് കണ്ടെത്തുന്ന രീതി വേറെ രണ്ട് വിധത്തിലും കണ്ടെത്താം. നമുക്ക് നെക്കിൻ്റെ വിടുത്ത് ചിലർ നിങ്ങൾ അളവെടുക്കുമ്പോൾ കുറേ പേർക്ക് ഞാൻ എന്നെക്കൊണ്ട് അളവെടുപ്പിച്ചിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നൊരു ഇതാണ്, ഞാനിപ്പോൾ ഏത് ഡ്രസ്സാണോ ഇട്ടിട്ട് നിൽക്കുന്നത് അതിൻ്റെ വീതി പോയിട്ടെടുക്കും.
നിങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ? നമ്മുടെ അടുത്ത് ഒരാൾ അളവെടുക്കാൻ വേണ്ടി ബോഡി അളവെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അവർ ധരിച്ചിട്ടുള്ള ഡ്രസ്സ് ഏതാണോ ആ ഡ്രസ്സിൻ്റെ അളവ് ഇവിടുത്തെ ഇങ്ങനെ അളവെടുത്ത് നോക്കൂലേ ഇങ്ങനെ? അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഉണ്ടാവും, വെറുതെ ഉണ്ടായിരിക്കണം എല്ലാവരും അല്ലേ? ഷോൾഡർ എടുത്തിട്ട് അത് വേറെ, അതല്ല ചിലത് പറയണേ ഈ നെക്കിന്റെ വിടുത്ത് മാത്രമായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഏതാണോ അതിന്റെ ഷോൾഡർ വിടുത്ത് നെക്ക് വിടുത്ത് നോക്കും, നെക്കിന്റെ വിടുത്ത്, ഷോൾഡർ നെക്കിന്റെ വിടുത്ത്. അപ്പം അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സും നമ്മൾ തയ്ക്കാൻ വേണ്ടി പോകുന്ന ഡ്രസ്സും തമ്മിൽ നെക്കിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിടുത്തിലും വ്യത്യാസം വരും. അപ്പോൾ അതൊരിക്കലും അങ്ങനെ പോയിട്ട് ചെയ്യരുത്, മനസ്സിലായി? ഇപ്പോൾ ഒരു നൈറ്റി ഇട്ടിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ നൈറ്റി ഇട്ട് നിൽക്കുന്ന ഒരാളുടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ആൾക്കൊരു കോളർ നെക്കിൻ്റെ ചുരിദാറോ അല്ലെങ്കിൽ കോളർ നെക്ക് പോലുള്ള വേറെ എന്തെങ്കിലും ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ ആ നൈറ്റിയുടെ നെക്ക് എടുത്തുകൊണ്ട് കാര്യമായ അതിൽ വിടുത്ത് കൂടുതൽ വരൂലേ? കോളർ നെക്കിന് വിടുത്ത് അധികം പാടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ വ്യത്യാസം വന്നു. അപ്പോൾ അതിൽ കോളർ നെക്കിനാകുമ്പോൾ പിന്നെ ആ നെക്ക് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നെക്ക് കട്ട് ചെയ്യുക. അപ്പോൾ അതിന് പോയിട്ട് നമ്മൾ നൈറ്റിയുടെ വിടുത്ത് നോക്കിയിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ പലതിനും നേരെ ഓപ്പോസിറ്റും അങ്ങനെ ആവും. മോഡലിനനുസരിച്ചിട്ട് നെക്ക് വിടുത്തിൽ വ്യത്യാസം വരും. ആ നെക്ക് വിടുത്ത് കണ്ടെത്തുന്നത് മറ്റൊരു രീതിയാണ്. അല്ലാതെ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഏതാണോ അതിൻ്റെ വിടുത്ത് പോയിട്ട് ഇത്ര എടുക്കുക അങ്ങനെ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അത് വേറെ. അപ്പോൾ നെക്ക് വിടുത്ത് നമുക്ക് കണ്ടെത്തുന്നതാണ്. മാത്രമല്ല നമ്മൾ നെക്ക് നമ്മുടെ ക്ലോത്തിലാണ് കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ക്ലോത്തിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാനുള്ള രീതിയിലേക്ക് മാറ്റി വെക്കുള്ളൂ. അതല്ല മറ്റൊരു പീസിൽ അല്ലെങ്കിൽ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് അതാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യുന്നില്ല, രണ്ടും നെക്ക് ബോഡി മാർക്ക് ചെയ്യുമ്പോൾ നെക്കുകൾ മാർക്ക് വരുന്നില്ല. അത് സെപ്പറേറ്റ് ലാസ്റ്റിലാണ് നമ്മൾ വേറെ തന്നെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ട് രീതിയിൽ അത് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണ്ട, നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യണ്ട. നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി, ഷോൾഡറിലേക്ക് പോയാൽ മതി. ഓക്കെ, നമുക്ക് ലെങ്ത് വൈസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നമുക്ക് ഷോൾഡറിൻ്റെ വീതി എത്ര ഉണ്ടെന്നുള്ളത് നോക്കാം. ഒരു തുളല് തൊട്ട് മറ്റൊരു തുളല് വരെയുള്ള വീതി ഈ ഒരു ടൈപ്പിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇങ്ങനെ ഒരു തുളല് തൊട്ടിട്ട് മറ്റൊരു തുളല് വരെ എത്രയാണോ നമുക്ക് വീതി കിട്ടിയിട്ടുള്ളത് ആ വീതി എടുക്കാം. പലർക്കും പല ഷേപ്പിലുള്ളതായിരിക്കും ഷോൾഡർ ഉണ്ടായിരിക്കാം. എൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഉണ്ടല്ലേ, ഇങ്ങനെ ഒരു ചെറിയൊരു വളവ് അല്ലേ, വളവ് നല്ല സ്ലോപ്പ് ഇത്തിരി കൂടുതലുള്ളൊരു ടൈപ്പാണ് ഇവിടെ തന്നെ ഷോൾഡർ സ്ലോപ്പ് അല്ലേ. ചിലർക്ക് ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക, അത്ര വല്ലാണ്ട് സ്ലോപ്പ് ഉണ്ടാവില്ല. കുറച്ചുകൂടി തടി കൂടുതലുള്ളവർക്കോ ഒട്ടും സ്ലോപ്പ് ഉണ്ടാവില്ല, നല്ല ഇങ്ങനെ നിൽക്കുന്ന പോലെ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും അല്ലേ. അത് ഓരോരുത്തർക്കും ഓരോരോ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഭൂരിഭാഗം ആളുകൾക്ക് സ്ലോപ്പ് ഉണ്ടായിരിക്കും, മറ്റു കുറച്ച് ആളുകൾക്ക് ആ സ്ലോപ്പ് കാണാതെ വരുള്ളൂ. അത് കുറച്ച് തടി കൂടിയവർക്ക്, പൊണ്ണത്തടി പോലെ കുറച്ച് തടി കൂടുതലുള്ളവർക്ക് സ്ലോപ്പ് അറിയില്ല. ഇവിടെ ഇങ്ങനെ തടി ഉള്ളതിൻ്റെ പേരിൽ സ്ലോപ്പ് അറിയാതിരിക്കണം. അതേപോലെ കുറച്ച് പേർക്ക് മാത്രമേ സ്ലോപ്പ് ഇല്ലാത്ത രീതിക്ക് ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കേണ്ടത് ഷോൾഡർ വീതി, ടോട്ടൽ വീതി എത്ര ഉണ്ട് എന്നുള്ളത് നോക്കാം. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആം ഹോളിൻ്റെ റൗണ്ടാണ്. ഈ ആം ഹോളിൻ്റെ റൗണ്ട് ലെങ്ത്ത് ബേസിൽ പെടുത്തണോ വിഡ്ത്ത് ബേസിൽ പെടുത്തണോ എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ് എല്ലാവർക്കും. അത് ആം ഹോളിൻ്റെ മാർക്ക് ചെയ്യുമ്പോൾ ഈ ചെസ്റ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല, ആം ഹോളിൻ്റെ ബോഡിയിൽ എടുക്കുമ്പോൾ ആം ഹോളിൻ്റെ റൗണ്ടായിട്ട് തന്നെ മാർക്ക് എടുക്കുക. ഓക്കെ, അതിൽ വ്യത്യാസങ്ങൾ വരും. കാരണം എന്താ വെച്ചാൽ ചെസ്റ്റ് ബേസ് അനുസരിച്ചിട്ട് ആം ഹോൾ കണ്ടെത്തുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചെസ്റ്റ് നല്ല തടിയുള്ള ഒരാളാണെന്ന് കരുതാം, ചെസ്റ്റിൻ്റെ വണ്ണം കുറച്ച് കൂടുതൽ തടിയുള്ള ഒരാളാണെന്ന് കരുതാം. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ കൈക്കുഴിയുടെ വണ്ണമൊക്കെ ഉണ്ടല്ലോ, അത് മെരിഞ്ഞിട്ടായിരിക്കും. കൈയൊക്കെ ഒരു പക്ഷെ മെരിഞ്ഞിട്ടായിരിക്കും, കൈക്കുഴിയുടെ ഭാഗങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ മെരിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷനിൽ നെഞ്ചിൻ്റെ വണ്ണത്തിൻ്റെ ആ ഒരു ഇക്വേഷനിൽ നമ്മൾ കൈക്കുഴിയുടെ വണ്ണം അല്ലെങ്കിൽ കൈക്കുഴിയുടെ നീളം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ കൂടുതലായിട്ട് തോന്നും. ആ കൈക്കുഴിയുടെ വണ്ണം ഉണ്ടല്ലോ കൂടുതലായിട്ട് ഫീൽ ചെയ്യും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഫുള്ള് കഴിഞ്ഞാൽ. നേരെ ഓപ്പോസിറ്റും ഉണ്ട്. നല്ല ഒത്തൊരു ശരീരം, നല്ല വലിയൊത്തൊരു ശരീരമുള്ളൊരു ബോഡി ആണെങ്കിൽ പോലും ചിലപ്പോൾ ഈ കയ്യിൻ്റെ ഭാഗത്ത് മസിലോ അല്ലെങ്കിൽ ഈ കക്ഷഭാഗത്ത് കുറച്ച് തടി ഭാഗങ്ങളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അപ്പോഴും എന്താവും, നേരെ തിരിച്ച് സംഭവിക്കും. ഈ ചെസ്റ്റിൻ്റെ വണ്ണം അനുസരിച്ച് നമ്മൾ ഇക്വേഷൻ ചെയ്തിട്ട് ഒരു അളവ് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ച് ചിലപ്പോൾ ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, ആൾ മെരിഞ്ഞിട്ടാണെങ്കിലും ഈ ഭാഗങ്ങൾ കുറച്ചൊരു തടി ഉള്ള കൈവണ്ണം കൈത്തണ്ടൊക്കെ കുറച്ച് തടി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചെസ്റ്റിൻ്റെ വണ്ണം അനുസരിച്ച് നമ്മളത് ചെയ്യുമ്പോൾ തെറ്റ് സംഭവിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ അളന്ന് തന്നെ മാർക്ക് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ആം ഹോളിൻ്റെ റൗണ്ട് അളന്ന് തന്നെ എഴുതി വെക്കാം, എത്രയാണോ നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ട്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആദ്യത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ എല്ലാവരും ഷോൾഡർ എത്രയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് ആം ഹോളിന് കൊടുക്കാറ്, ഷോൾഡറിൻ്റെ വീതി എത്രയാണോ അത് തന്നെയാണ് ആം ഹോളിന് കൊടുക്കാറ്. പക്ഷേ രണ്ടും വ്യത്യാസമുള്ളവരും ഉണ്ടാവും. ഭൂരിഭാഗം പേർക്കും അങ്ങനെ വ്യത്യാസം വരൂല, ഭൂരിഭാഗം ആളുകൾക്ക് വ്യത്യാസം, പക്ഷേ വ്യത്യാസം വരുന്നവരും ഉണ്ട്. ഒരു 6 ഇഞ്ചിന് ഇപ്പോൾ 15 ഇഞ്ച് കിട്ടിയവർക്ക് 15.5 ഇഞ്ച് ആം ഹോൾ കിട്ടിയെന്ന് വരാം, അല്ലെങ്കിൽ 16 ഇഞ്ച് ആം ഹോൾ കിട്ടിയെന്ന് വരാം, അല്ലെങ്കിൽ 17 ഇഞ്ച്, 2 ഇഞ്ചിൻ്റെ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവില്ല. അതായത് ഒരു പക്ഷേ ഷോൾഡർ ആയിരിക്കും കുറവ്, ഒരു പക്ഷേ ആം ഹോൾ ആയിരിക്കും കുറവ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറവോ കൂടുതലോ ഉണ്ടായേക്കാം.
ചിലർക്ക് ഭൂരിഭാഗം പേർക്കും എന്തായിരിക്കും ഒരേ അളവെന്നായിരിക്കും. അപ്പോൾ അത് നമ്മൾ അളന്ന് തന്നെ നോക്കണം. പ്രത്യേകിച്ച് ടൈറ്റ് ഡ്രസ്സുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബോഡിമെന്ന് അളവെടുത്തിട്ട് തന്നെ ചെയ്തു കൊടുക്കുക. ലൂസ് ഡ്രസ്സാണെങ്കിൽ പിന്നെ അത് നമ്മളത് പെട്ടെന്ന് കണ്ട് നമുക്കത് കണ്ടെത്താൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ എന്താ പറയുക മനസ്സിലാവില്ല. അത് ധരിച്ചവർക്കാണെങ്കിലും എവിടെയെങ്കിലും ഒരു ഇത്തിരി ലൂസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യില്ല. പക്ഷേ ടൈറ്റുള്ള ഡ്രസ്സുകൾക്ക് എന്താവും, ശരിക്കും അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് ടൈറ്റുള്ള ഡ്രസ്സുകൾ കഴിയുന്നതും ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് തന്നെ ചെയ്തു കൊടുക്കാൻ നോക്കുക. ഓക്കെ, ഈ അളവ് ഡ്രസ്സ് തന്നിട്ട് മാർക്ക് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതിലും ടൈറ്റ് ഡ്രസ്സുകൾക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ബാക്കിലേക്ക് നെക്ക് വരുന്ന ഡ്രസ്സുകളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചാണ് അതിൻ്റെ ഷോൾഡറിൻ്റെ വിടുത്ത് എത്രയാണ്, ആംഹോളിൻ്റെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് അങ്ങോട്ട് കിട്ടൂല. കാരണം അളവ് ഡ്രസ്സിൽ ബാക്കിലേക്ക് നെക്ക് കൂടുതലുള്ള ഡ്രസ്സാണ് അളവിന് തന്നത് എന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ആംഹോളിൻ്റെ ലെങ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കുമല്ലോ എത്ര ഇഞ്ച് ഉണ്ടെന്നുള്ളത് നോക്കുമല്ലോ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് കുറവായിരിക്കും കിട്ടാം. സ്ലീവിൻ്റെ ഭാഗം വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൂടുതലായിരിക്കും കിട്ടാം. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ബോഡിമെന്ന് അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചിട്ട് അത് പ്രവർത്തിച്ച് നോക്കിയതിന് ശേഷം, ഒരു വട്ടമല്ല 2 വട്ടമല്ല ഒരു 5-6 വട്ടം ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്കൊരു ലെവൽ മനസ്സിലാവും ഇങ്ങനെയാണെന്ന്. എന്നിട്ട് നമുക്ക് അളവ് ഡ്രസ്സിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ അളവ് ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലൊരു അളവ് കിട്ടിയാൽ തന്നെ മനസ്സിലാവും ഫുള്ള് കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ. ഓക്കെ, അപ്പോൾ ഇനി ഷോൾഡറിൻ്റെ വീതി നോക്കിയതിന് ശേഷം ആംഹോളിൻ്റെ റൗണ്ട് എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് നോക്കാം, അതും എഴുതി വെക്കാം. അതിനുശേഷം നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം എത്രയാണെന്നുള്ളത് നോക്കാം. ചെസ്റ്റിന് വണ്ണം എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ നോക്കാം. ഈ കക്ഷക്കുയിൽ കൂടെ തന്നെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ടൈപ്പിൽ നോക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ വല്ലാണ്ട് ടൈറ്റ് ആക്കാനോ വല്ലാതെ ലൂസ് ആക്കാനോ പാടില്ലാത്ത രീതിയിൽ ടച്ച് അളവായിട്ടാണ് എടുക്കേണ്ടത്. അങ്ങനെ ടച്ച് അളവായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് നോക്കാം. അതിനുശേഷം നമ്മുടെ അണ്ടർ ബസ്റ്റിൻ്റെ റൗണ്ട് എന്നതിലുപരി ഇവിടുത്തെ താഴത്തെ അണ്ടർ ബസ്റ്റ് ഉണ്ടല്ലോ, മാറിൻ്റെ തൊട്ട് താഴത്തെ ഭാഗം, ഇവിടുത്തെ റൗണ്ട് എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് എഴുതി വെക്കുക. അത് 2 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് ഒരു പക്ഷേ അണ്ടർ ബസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും നിങ്ങൾ ഇറക്കിയിട്ട് നിങ്ങളുടെ ലെങ്ത്തിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയോ കുറക്കുകയോ ചെയ്തേക്കാം. മനസ്സിലായോ? കൂടുതലാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടുത്തെ റൗണ്ട് അല്ല നമുക്ക് ആവശ്യം, അതിടം ഉണ്ടാവും, റെക്കോർഡ് ഗ്ലാസ് ഉണ്ടാവും. അപ്പോൾ ബ്ലൗസിൻ്റെ ലെങ്ത്ത് കൂടി എന്ന് കരുതാം. ഒരു 16 ഇഞ്ചൊക്കെയാണ് നിങ്ങൾ ഈ ലെങ്ത്ത് എടുത്തിട്ടുണ്ട് എന്ന് കരുതാം. അപ്പോൾ ആ 16ൻ്റെ ഭാഗത്ത് അത് ഏകദേശം നമ്മുടെ ആ ഒരു സ്ട്രോമച്ച് ഏരിയ ഉണ്ടല്ലോ, വയറിൻ്റെ ഒക്കെ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു ലെങ്ത്ത് കിട്ടുക. അപ്പം നിങ്ങൾ പോയിട്ട് അവിടുത്തെ റൗണ്ട് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് മാത്രം എന്തായില്ല, കാര്യമായില്ല. നമുക്ക് പ്രത്യേകിച്ച് ബ്ലൗസുകൾക്ക്, മറ്റുള്ളതിനൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞല്ലോ, കുറച്ചൊരു ലൂസുള്ള ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ കണ്ണടച്ച് അങ്ങോട്ട് വിടാൻ പറ്റും. പക്ഷേ ബ്ലൗസുകൾക്ക് അങ്ങനെ പറ്റൂല. അതുകൊണ്ട് ആ 2 അളവും വേണം. എവിടം വരെയാണോ നിങ്ങൾ ബ്ലൗസിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് അവിടുത്തെ റൗണ്ട് എത്രയാണെന്നുള്ളതും വേണം. അതേപോലെ തന്നെ നമ്മുടെ അണ്ടർ ബസ്റ്റിൻ്റെ താഴെയുള്ള റൗണ്ട് എല്ലാവർക്കും അവിടെ കുറവായിരിക്കും. താഴത്തെ വയറിൻ്റെ ഭാഗത്തിനേക്കാൾ കുറവായിരിക്കും അണ്ടർ ബസ്റ്റിൻ്റെ റൗണ്ടിൻ്റെ ഭാഗം കിട്ടുന്നത്. അപ്പോൾ ഈ 2 അളവ് മസ്റ്റായിട്ടും വേണം. മേലത്തെ അളവും താഴത്തെ അളവും അതിൻ്റെ താഴത്തെ അളവും വേണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവാണ്. ഇത്രയും അളവുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വേണ്ടത് സ്ലീവിൻ്റെ ലെങ്ത്താണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. 4 ലെവലിൽ നമ്മൾ സ്ലീവിനെ കണക്കാക്കുന്നുണ്ട്. എങ്ങനെ? ഷോർട്ട്, ഹാഫ്, 3/4, ഫുള്ള്, ഇങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇതിലും വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള അളവുകൾ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് ഓരോ ആളുകൾക്കും എടുക്കാം. അപ്പോൾ കേപ്പ് സ്ലീവൊക്കെ വരുമല്ലോ, കേപ്പ് സ്ലീവൊക്കെ വരുമ്പോൾ നമ്മൾ ഷോർട്ടായിട്ടാണ് ഇതിനെ കണക്കാക്കുക. ഇവിടെ ഇങ്ങോട്ടൊരു 4 ഇഞ്ച്, ഹാഫ് ആകുമ്പോൾ ഒരു 8 ഇഞ്ചാവും, 3/4 ആകുമ്പോൾ 16 ഇഞ്ചാവും, ഫുള്ളാകുമ്പോൾ 24 ഇഞ്ച് എന്നുള്ള ലെവലിലാണ് നമ്മളതിനെ കണക്കാക്കുക. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് സൈസിനനുസരിച്ച് കുറവും കൂടുതലും ഉണ്ടായിരിക്കും കേട്ടോ. എങ്കിലും ഈ 4 എണ്ണമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ലീവ് എടുക്കാം, ഹാഫോ 3/4 എത്ര വെച്ചാൽ എടുക്കാം നീളം. പിന്നെ ആ നീളത്തിൻ്റെ ഭാഗത്ത് റൗണ്ട് കൊടുക്കുക. ഇപ്പം നിങ്ങൾ എന്താ പറയുക, അരക്കൈ ഹാഫ് സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ഈ ബൈസെപ്പ് റൗണ്ട് ഉണ്ടല്ലോ, അവിടുത്തെ റൗണ്ട് എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് നോക്കാം. 3/4 ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 3/4 ഭാഗത്തെ വണ്ണം എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് നോക്കാം. ഫുള്ളാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ റൗണ്ടിൻ്റെ ഭാഗം എത്രയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതോടുകൂടി എന്തായി, നമ്മൾ അളവെടുക്കൽ കഴിഞ്ഞു. ഇപ്പം നമുക്കൊരു ചിട്ടയിൽ ഈ അളവുകൾ കിട്ടി. നമ്മൾ ആദ്യം തന്നെ ലെങ്ത് എടുത്തു, പിന്നെ വേഗം പോയിട്ട് ഷോൾഡർ എടുത്തു, പിന്നെ വേഗം പോയിട്ട് നെഞ്ചിൻ്റെ വണ്ണം എടുത്തു. അങ്ങനെ അല്ലാതെ നമുക്ക് ഈ അളവെടുക്കുന്നത് തന്നെ നമുക്കൊരു ചിട്ടയോടെ കിട്ടി. ആദ്യം നമ്മൾ എന്തെടുത്തത്, നീളങ്ങൾ ഫുള്ളായിട്ട് കൊണ്ട് എടുത്തു അല്ലേ, പിന്നെ നമ്മൾ വണ്ണങ്ങൾ ഫുള്ളായിട്ട് എടുത്തു. ഇനി ഇതിൽ മെയിനായിട്ടൊരു ഭാഗം കിടക്കണം. നമ്മളിപ്പോൾ ഏതാ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്,
കട്ടിങ്ങിന് ഉദ്ദേശിക്കുന്ന ഡ്രസ്സ് ഏതാ? എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരിക്കണം. ഞാനിപ്പോൾ ഉറങ്ങി എണീച്ചിട്ട് ഞാൻ നിങ്ങളും എല്ലാവരും ഉറങ്ങി എണീച്ചിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ഈ സൈഡിൽ നമ്മുടെ കക്ഷക്കുഴിയുടെ ആ ഒരു ഭാഗത്തു നിന്നാണ് അതിൻ്റെ കട്ടിങ് വരുന്നത് താഴേക്ക് അല്ലേ. അപ്പോൾ ആ കട്ടിങ് വരുമ്പോൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കട്ടിങ് വരുമ്പോൾ നമ്മുടെ ആ നിപ്പിൾ പോയിന്റ് ഉണ്ടല്ലോ, ബസ്റ്റിൻ്റെ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൻ്റെ അതേ ഭാഗത്തേക്ക് തന്നെ ആ കട്ടിങ് വരണം. അവിടെ നിന്ന് ഇങ്ങോട്ട് തെന്നുകയോ അങ്ങോട്ട് തെന്നിയിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ ബോറായി പോകും അല്ലേ. അപ്പോൾ നമുക്ക് ബസ്റ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെങ്ത്ത് കട്ടിങ് ആ ബസ്റ്റിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ വരണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ വിടുത്ത് നമ്മൾ എടുക്കണം. അതായത് ബസ്റ്റ് ടു ബസ്റ്റിൻ്റെ വിടുത്ത് എത്ര ഉണ്ട് എന്നുള്ളത് എടുക്കണം. അതൊരു ഇക്വേഷൻസ് ആയിട്ട് ചെയ്യുന്നവരും ഉണ്ട്. ഏത് വഴി? നമ്മുടെ അണ്ടർ ബസ്റ്റിൻ്റെ റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, ആ അണ്ടർ ബസ്റ്റിൻ്റെ റൗണ്ട് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലൂടെ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ബസ്റ്റിൻ്റെ ലെങ്ത്ത് അല്ല, വിടുത്ത് ബേസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ എങ്കിലും അത് ആ ഒരു ഇക്വേഷനിൽ നമ്മൾ കണ്ടെത്തി കറക്റ്റ് എണ്ണം ആയിരിക്കും കേട്ടോ. ഭൂരിഭാഗം ആളുകൾക്കും കറക്റ്റ് എണ്ണം ആയിരിക്കും. ഭൂരിഭാഗം എന്നല്ല, 99 പറയണം. അതെ, ഇപ്പൊ നമ്മള് ഈ പ്രിൻസസ് കട്ട് ബ്ലൗസ് കുട്ടികൾക്ക് പട്ടുപാവാടൊക്കെ അടിക്കുമ്പോ അങ്ങനെ അടിച്ചുകൂടെ? അപ്പൊ കുട്ടികളുടേതും അങ്ങനെ നോക്കണം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കുട്ടികളുടെ ബോഡിയും വലിയവരുടെ ബോഡിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ഷേപ്പിന് നമുക്ക് മാറുള്ളതിൻ്റെ പേരിൽ അവിടെ കുറച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് പിന്നെ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല, വല്ലാണ്ട് അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചെയ്യാം. ഏത് അണ്ടർ ബസ്റ്റിൻ്റെ അവർക്ക് അണ്ടർ ബസ്റ്റ് ചെസ്റ്റ് വേസ്റ്റ് എന്നുള്ള രീതിയിലില്ല. ആകെ ചെസ്റ്റിൻ്റെ റൗണ്ട് തന്നെ, ഭൂരിഭാഗം കുട്ടികൾക്കും ചെസ്റ്റിൻ്റെ അതേ റൗണ്ട് തന്നെ ആയിരിക്കും വേസ്റ്റിനും കിട്ടുന്നത്. ചിലർക്ക് മാത്രമേ ഒരു 1 ഇഞ്ചിൻ്റെ വ്യത്യാസത്തിൽ കിട്ടുള്ളൂ അല്ലേ. ചിലർക്ക് എല്ലാം സെയിം ആയിരിക്കും, ഫ്ലാറ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അതാണ് വലിയവരുടെ ബോഡിക്കും ചെറിയവരുടെ ബോഡിക്കും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഒരു കോള് വരണം, ഞാൻ കട്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ഇക്വേഷൻ അനുസരിച്ചിട്ട് എടുത്താലും അവർക്കത് പ്രശ്നം വരില്ല. പക്ഷെ നമുക്ക് പ്രശ്നം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 99% പ്രശ്നം വരില്ല. എങ്കിലും ചിലരുടെ മാറിൻ്റെ സൈസ് വണ്ണത്തിനനുസരിച്ചിട്ടായിരിക്കില്ല ചിലർക്ക് മാറിൻ്റെ സൈസ് ഉണ്ടായിരിക്കുക. ചിലർക്ക് വണ്ണം കൂടുതലാണെങ്കിലും മാറ് കുറച്ചായിരിക്കും ഉണ്ടായിരിക്കുക. ചിലർക്ക് വണ്ണം കുറവാണെങ്കിലും മാറ് കൂടുതലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരുടെ ബസ്റ്റിൻ്റെ വിടുത്തിലോ കാര്യങ്ങളിലോ വ്യത്യാസം വന്നു എന്ന് വരാം. ഞാൻ പറഞ്ഞു 99% അങ്ങനെ ഉണ്ടാവില്ല, എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻസ് നമുക്ക് പഠിച്ചു വെക്കാമെങ്കിലും അതിൻ്റെ വിടുത്ത് എത്രയാണെന്നുള്ളതൊന്ന് അളന്ന് നോക്കണം. ഇതിൻ്റെ വിടുത്ത് ബസ്റ്റ് ടു ബസ്റ്റിൻ്റെ വിടുത്ത് എത്രയാണ് എന്നുള്ളതും കൂടി നമ്മളൊന്ന് അളന്ന് മാറ്റി വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും അളവുകൾ നമ്മളവിടെ എടുത്ത് വെച്ചതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് എന്താണ്? അളവ് ഫുള്ള് നമ്മളെ കയ്യിൽ കിട്ടി. മനസ്സിലായില്ല, ആരെ കോൾ ചെയ്യുന്നുണ്ട്? ഓക്കെ, അതായത് അളവുകൾ മൊത്തം നമുക്ക് കിട്ടി. ഇനി വേണ്ടത് എന്താ? അളവ് ഫുള്ളി നമ്മളെ കയ്യിൽ കിട്ടി. ഇനി വേണ്ടത് ക്ലോത്ത് എടുക്കുക എന്നുള്ളതാണ്. ക്ലോത്ത് എത്ര വേണം എന്നുള്ളത് നമ്മൾ നോക്കുക എന്നുള്ളതാണ് അല്ലേ. ക്ലോത്ത് എടുക്കുന്ന സമയത്ത് ക്ലോത്തിൻ്റെ വീതി എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മൾ ഷോപ്പിൽ പോകുന്ന മുന്നേ തന്നെ എന്നെ വിളിക്കുന്നവരുണ്ട്. ഇന്ന ഒരു സാധനത്തിന് ഞാൻ എത്ര ക്ലോത്ത് എടുക്കണം എന്നുള്ളത് ചോദിച്ച് വിളിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെന്നല്ല കേട്ടോ, പൊതുവേ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന ക്ലോത്തിന് എത്ര വീതി ഉണ്ട് എന്നുള്ളത് പോലും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ക്ലോത്തിൻ്റെ വീതിക്കനുസരിച്ച് നമ്മൾ ക്ലോത്ത് എടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഒരു 44 ഇഞ്ച് ലെവലിൽ വീതിയുള്ളൊരു ക്ലോത്താണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു എന്താ പറയുക, ബ്ലൗസിൻ്റെ ഫ്രണ്ട് ബോഡിയുടെ ഭാഗം മാത്രം ചെയ്യാൻ ഒരു 3/4 ഇഞ്ച് വേണമെന്നില്ല, 1 ഇഞ്ച് തന്നെ മതി. 5 ഇഞ്ച് എന്നാണ് പറഞ്ഞത്, 1/2 മീറ്റർ തന്നെ മതിയാവും. 44-50 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ് എന്നുണ്ടെങ്കിൽ, മറിച്ച് അതൊരു 40 ഇഞ്ച് 38 ഇഞ്ച് വീതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 മീറ്റർ തികയില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ക്ലോത്ത് എത്ര വേണം എന്നുള്ളത് നോക്കുമ്പോൾ ക്ലോത്തിൻ്റെ വീതി കൂടി നമ്മൾ അറിഞ്ഞിട്ട് വേണം എടുക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോർമലി അപ്പോൾ വല്ലാണ്ട് വീതിയൊന്നും ഇല്ലാത്തൊരു ക്ലോത്താണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ എത്ര മീറ്റർ വേണം എന്നുള്ളത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെങ്ത്ത് ബേസ് നമ്മളിപ്പോൾ എത്ര ഇഞ്ചാണ് എടുക്കാൻ നിൽക്കുന്നത്? 15 ഇഞ്ച് അല്ലെങ്കിൽ 16 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മളിത് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്ലസ് അതിൻ്റെ തയ്യൽ തുമ്പും കൂടിയിട്ട് എത്ര ഉണ്ടാവും? ഒരു 17-18 ഇഞ്ചോളം ഉണ്ടാവുമെന്ന് കരുതാം. അപ്പോൾ 1 മീറ്റർ ക്ലോത്ത് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ,
എത്രയാണ് ഒരു മീറ്റർ ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാണ് അല്ലേ? അതെ, 100 സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ ക്ലോത്ത്. അപ്പോൾ അര മീറ്ററിന് എത്ര ഉണ്ടാവും? 50 ഉണ്ടാവും. 50 സെൻറ്റിമീറ്ററാണ് അര മീറ്റർ ക്ലോത്ത്. ഈ 50 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര ഇഞ്ചാണ്? 20 ഇഞ്ചാണ്. അതായത് 20 ഇഞ്ചാണ് നീളം കിട്ടുന്നത്. അര മീറ്ററിന് 20 ഇഞ്ചാണ് നീളം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ അര മീറ്റർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബോഡിയുടെ ഭാഗം എടുക്കാൻ പറ്റും. അത് പറഞ്ഞതുപോലെ ഒരു 40 ഇഞ്ച് ലെവലിൽ 44 ഇഞ്ച് ലെവലുള്ള ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ മാത്രം. കാരണം വീതി, ഇതിൻ്റെ ചെസ്റ്റിൻ്റെ വീതി കൂടി നോക്കണം. നമ്മുടെ ചെസ്റ്റിൻ്റെ വീതി ഒരു 40 ഇഞ്ച് സൈസ് വരുന്നുണ്ടെന്ന് കരുതാം. വണ്ണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ 40 എന്നല്ല, 35 ഇഞ്ച്, 36 ഇഞ്ച്, 32 ഇഞ്ച്, 30 ഇഞ്ചിലൊക്കെ നിങ്ങൾ തയ്ക്കുന്നത്. ഞാൻ കുറച്ച് വണ്ണം കുറച്ച് തടി ഉള്ളവരെ പിടിക്കുകയാണ്. ഒരു 40 ഇഞ്ച് വണ്ണം ഉള്ളവർക്ക് നമ്മൾ അതിൻ്റെ തയ്യൽത്തുമ്പും ലൂസളവും ഒക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 44 ഇഞ്ച് ലെവലിൽ ഞാൻ പിടിക്കാം. 46 ഇഞ്ച് ലെവലിൽ ഞാൻ പിടിക്കുന്നത്. ഇത് വണ്ണാട്ടോ, നമ്മൾ നീളപ്പോൾ അര മീറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ. ഇനി വണ്ണം 46 ഇഞ്ച് ഉണ്ടെന്ന് കരുതാം. ആ 46 ഇഞ്ച് ഉണ്ടായിരിക്കുമ്പോൾ, അതായത് തയ്യൽത്തുമ്പും ലൂസളവും ഒക്കെ ഉൾപ്പെടെ 46 ഇഞ്ച് വണ്ണുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്ലോത്ത് എത്ര വേണം? ഈ 46 ഇഞ്ച് ലെവലിൽ ക്ലോത്തിന് വീതി ഉണ്ടെന്നുണ്ടെങ്കിൽ അര മീറ്റർ എടുക്കാം. ആ 44 ഇഞ്ച് ക്ലോത്തിന് വീതി ഇല്ല, 40 ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അര മീറ്റർ തികയില്ല, 1 മീറ്റർ വേണം. ബോഡിയുടെ ഭാഗത്തിന് വേണ്ടി മാത്രമായിട്ട് 1 മീറ്റർ തന്നെ വേണം. ഓക്കെ, അത് വിട്ടാൽ പിന്നെ വരുന്നത് ക്ലോത്തിൻ്റെ വേസ്റ്റ് ഭാഗമാണ് പിന്നെ വരുന്നത്. ഏത്? നമ്മൾ ഒരു ഭാഗത്തു നിന്നാണല്ലോ ഇത് വെച്ച് കട്ട് ചെയ്യുന്നത്. അപ്പുറത്തെ ഭാഗം കുറേ വേസ്റ്റ് ആയിട്ട്. ഇപ്പോൾ 40 ഇഞ്ച് വരുന്ന ഒരു ക്ലോത്ത്, 40 ഇഞ്ച് വീതി വരുന്ന ഒരു ക്ലോത്ത്, ആ ക്ലോത്തിൻ്റെ ഒരു ഭാഗം, അതായത് 23 ഇഞ്ച് ഭാഗം മാത്രമാണ് നമ്മളിങ്ങനെ എടുക്കുന്നത്. ഒരു ഭാഗത്തേക്കുള്ള, അതായത് ഫ്രണ്ട് പോർഷനിലേക്കുള്ള പീസിന് വേണ്ടി മാത്രം 23 ഇഞ്ച് വീതി നമ്മളെ കൊണ്ട് എടുത്തു. മൊത്തം അതിൽ എത്ര ഉണ്ട്? 40 ഇഞ്ചോളം വീതി വരുന്നുണ്ട്. അതിൽ 23 ഇഞ്ചേ നമ്മളെ കൊണ്ട് എടുത്തിട്ടുള്ളൂ. ബാക്കി അതിൽ എത്ര ഇഞ്ചോളം വീതിയുണ്ട്? 17 ഇഞ്ചോളം വീതി അടക്കം എടുക്കുന്നുണ്ട്. ആ വീതി മതി നമുക്ക് എന്തിന്? സ്ലീവിൻ്റെ ലെങ്ത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ 1 മീറ്റർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? 40 ഇഞ്ചോളം വീതി വരുന്ന ഒരു ക്ലോത്താണ് എന്നുണ്ടെങ്കിൽ 1 മീറ്ററോളം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസ് തയ്ക്കാൻ പറ്റും. അത് ഒരു 40 ഇഞ്ചോളം വണ്ണുള്ള ആളാണെങ്കിലും തയ്ക്കാൻ പറ്റും. മറിച്ച് അതിലും കുറവാകുമ്പോൾ 36 ഇഞ്ച് വീതിയിലൊക്കെ ക്ലോത്താണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ 1.5 മീറ്ററോളം വേണ്ടി വരും. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു 1.5 മീറ്റർ ക്ലോത്ത് എടുത്തിട്ട് തന്നെ ചെയ്യാം. രണ്ടാം തവണ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ 1 മീറ്റർ എടുത്തിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ഏതൊക്കെ എടുക്കണം, എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടും. ക്ലോത്ത് കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ആദ്യം തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, മാർക്ക് ചെയ്യണത് ഒരു പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കാം. ഈ ചാർട്ട് പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കാം, തയ്യൽത്തുമ്പ് അടക്കമുള്ളത്. ആ മാർക്കിങ് നമ്മുടെ ക്ലോത്തിൻ്റെ മേലെ വെച്ചിട്ട് അതാത് ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലോത്ത് ഇങ്ങോട്ട് കിട്ടും. നമുക്കത് ഓരോരോ ക്രോസ് ആക്കിയിട്ടൊന്നും വെക്കരുത് കേട്ടോ, നോർമൽ ലെവലിൽ തന്നെ വെക്കണം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ക്ലോത്ത് ഒരുപാട് നമുക്ക് കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ക്ലോത്തിൽ മാർക്ക് ചെയ്യുമ്പോഴും പാറ്റേൺ വെച്ച് മാർക്ക് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം, അങ്ങനെ കുറച്ച് ഉപകരണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലോത്തിൻ്റെതും കഴിഞ്ഞു. നമ്മൾ അളവെടുത്തു, എത്രയാണ് മൊത്തം വേണ്ടത്. അത് നമ്മുടെ ക്ലോത്തിനനുസരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ക്ലോത്ത് കട്ടി കുറഞ്ഞ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ലൈനിങ് വെക്കാം. അതല്ല കട്ടിയുള്ള ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ലൈനിങ് വെക്കണ്ട. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. കട്ടിയുള്ള ക്ലോത്തിനും ലൈനിങ് വെച്ചേ പറ്റൂ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിൽ നിർബന്ധമില്ല. പിന്നെ നമുക്ക് ഓരോരോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഓരോ രീതികളുണ്ടല്ലോ, അതിനനുസരിച്ച് നമുക്ക് വെക്കേണ്ടവർക്ക് വെക്കാം, വേണ്ടാത്തവർക്ക് വേണം. അങ്ങനെയാണ്. അപ്പോൾ ഓക്കേടാ. അപ്പോൾ നമുക്കിപ്പോൾ ബോഡിമെന്നുള്ള അളവും കിട്ടി, എത്ര മീറ്റർ ക്ലോത്ത് എടുക്കണം എന്നുള്ളതും കിട്ടി. ഓക്കെ, ഇത് രണ്ടും മാറ്റി വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്ലോത്ത് വിരിച്ച് വെച്ചിട്ട് നമ്മുടെ അളവുകൾ മെല്ലെ 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 മാർക്ക് ചെയ്ത് തുടങ്ങാം. അങ്ങനെ ക്ലോത്ത് എടുത്തിട്ട് അതിനെ 4 ആക്കി മടക്കി വെക്കുക. ആദ്യം തന്നെ നമ്മുടെ നിങ്ങളുടെ കയ്യിലുള്ള ക്ലോത്ത് ഉണ്ടല്ലോ, ആ ക്ലോത്തിനെ 4 ആക്കിയിട്ട് മടക്കി വെക്കാം. ഇപ്പോൾ 1.5 മീറ്റർ ക്ലോത്താണുള്ളതെന്നുണ്ടെങ്കിൽ 1 മീറ്റർ അങ്ങോട്ട് മാറ്റി. ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, പഠിക്കാനാണെന്നുണ്ടെങ്കിൽ 1.5 മീറ്റർ തന്നെ എടുക്കുക. വീതിയുള്ള ക്ലോത്താണെങ്കിൽ നിങ്ങൾ 1.5 മീറ്റർ തന്നെ എടുക്കുക. ഒരു വട്ടം നിങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെ ക്ലോത്ത് കുറച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ആദ്യം തന്നെ നിങ്ങളായിരിക്കും നിൽക്കണ്ട. അപ്പോൾ അര മീറ്റർ അതിൽ നിന്ന് മാറ്റി വെക്കുക. ബാക്കി 1 മീറ്റർ ക്ലോത്ത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ആ ക്ലോത്തിനെ ഇങ്ങനെ 4 ആക്കി മടക്കുക. ആദ്യം ഇങ്ങനെ ചെയ്യാം. അതിനെ പിന്നീട് ഇങ്ങനെ 4 ആക്കി മടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താണ് പ്രിൻസസ് കട്ടല്ലേ ബ്ലൗസ് അല്ലേ, രണ്ടും വേറെ വേറെ അല്ലേ കട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. എനിക്ക് പരിഹാരം ഞാൻ കണ്ടുതരാം. ഓക്കെ, നമുക്കിപ്പോൾ ബാക്കിലെ പീസും ഫ്രണ്ടിലെ പീസും ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരുമിച്ചിട്ട് തന്നെ വെച്ചാൽ മതി. വേറെ വേറെ നമുക്ക്
കട്ട് ചെയ്യുന്ന മുന്നായിട്ട് നമുക്ക് വേറെ വേറെ മാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കട്ടിങ് തന്നെ വേറെ വേറെ ആക്കാം. തൽക്കാലം രണ്ടും കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു ലെവലിൽ ഒന്നുകൂടി നിവർത്തി കാണിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള ക്ലോത്തിനെ 1 മീറ്റർ ക്ലോത്താണ്, 1.5 മീറ്റർ ക്ലോത്താണ്, അതിൽ നിന്ന് 1/2 മീറ്റർ നിങ്ങൾ മാറ്റി വെച്ചു, ബാക്കി 1 മീറ്റർ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ കയ്യിലുള്ള ക്ലോത്തിനെ അതിൻ്റെ സെൻറ്റർ ഭാഗം മടക്കുക, എന്നിട്ട് ഇങ്ങനെ മടക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തായാലും ഈ 2-3 മിനിറ്റ് കൊണ്ട് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ആവും. അപ്പോൾ കട്ടാവും, 40 മിനിറ്റേ ഉണ്ടാവുള്ളൂ. കട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 12 മണിക്ക് വീണ്ടും ഇതിൻ്റെ ബാക്കിയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് മടക്കി വെച്ചതിന് ശേഷം ഇനി നമ്മുടെ അളവ് എഴുതി വെച്ച് നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഡറിലാണ് നമ്മൾ അളവ് എഴുതി വെച്ചിട്ടുള്ളത്. ആ ഓർഡർ പ്രകാരം നമുക്കിവിടെ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ അളവ് എഴുതി വെച്ചിട്ടുള്ള ആ ഫസ്റ്റിലുള്ളത് തന്നെ എന്താണ്? നീളമാണ്, ലെങ്ത്ത് മാർക്ക് ചെയ്യാനാണ് അല്ലേ? ലെങ്ത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു 15 ഇഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? ഒരു 2 ഇഞ്ച് കൂടുതലെടുത്തിട്ട് മാർക്ക് ചെയ്യണം. 2 ഇഞ്ച് കൂടുതലെടുത്തിട്ട് മാർക്ക്, 1 ഇഞ്ച് കൂടുതലെടുത്ത് മാർക്ക് ചെയ്യുമ്പോഴും 2 ഇഞ്ച് കൂടുതലെടുത്ത് മാർക്ക് ചെയ്യുമ്പോഴുള്ളത് എന്താണ് എന്ന് ചോദിക്കും. 1 ഇഞ്ച് കൂടുതലെടുത്ത് മാർക്ക് ചെയ്യേണ്ടവർക്ക് 1 ഇഞ്ച് കൂടുതലെടുത്ത് മാർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബേക്കിലേക്ക് മടക്കി തയ്ക്കുന്ന രീതി വരും. അതായത് ഫ്രണ്ടിലെ പീസിന് എന്തായാലും നമ്മൾ പീസ് ഇട്ട് കൊടുക്കും, ബേക്കിലെ പീസിന് ക്ലോത്ത് മടക്കി തയ്ക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നിങ്ങൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു പീസ്, അതായത് ഒരു ബാൻഡ് പട്ട വെച്ചിപ്പം നമ്മൾ നോർമൽ ബ്ലൗസിനൊക്കെ കണ്ടിട്ടുണ്ട്, ബാക്ക് സൈഡിൽ കുറച്ച് വീതിയായിട്ട് മടക്കി തയ്ച്ചിട്ട് ഇരിക്കുന്നത്. ബ്ലൗസ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് നോക്കി നോക്കുക. നിങ്ങളുടെ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിൽ, ഫ്രണ്ട് സൈഡിലല്ല, ബാക്ക് സൈഡിൽ ഒരു 3/4 ഇഞ്ച് വീതി അല്ലെങ്കിൽ 1 ഇഞ്ച് വീതിയിലായിരിക്കും കരഭാഗം മടക്കിയിരിക്കുന്നുണ്ടാവും. അതൊന്നുകിൽ നിങ്ങളുടെ ക്ലോത്ത് കൊണ്ട് തന്നെ മടക്കിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് മടക്കി തയ്ച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എന്തായാലും ബാക്ക് സൈഡിൽ 1 ഇഞ്ച് വീതിയിലായിരിക്കും മടക്കി, അതാണ് അതിൻ്റെ വൃത്തി. നല്ല നീറ്റായിട്ട് നമ്മൾ ചുരിദാറിൻ്റെ കര മടക്കുന്ന പോലെ നേരെ ഒരു രീതിയിലല്ല. ക്ലിയർ ആണോ? അപ്പം അതിനാണ് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണമെന്ന് പറയുന്നത്. ഈ മേൽഭാഗത്തെ തയ്യൽ തുമ്പും താഴെ ഭാഗത്ത് കര മടക്കി തയ്ക്കണം. ഫ്രണ്ടിലേക്ക് നമ്മൾ അങ്ങനെ വീതിയിൽ കര മടക്കി തയ്ക്കില്ല, ഫ്രണ്ടിലേക്ക് ബാൻഡ് വെച്ച് കൊടുക്കുക തന്നെ ചെയ്യുള്ളൂ. ക്ലോത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലോത്ത് കൊണ്ട് തന്നെ ബേക്കിലെ പീസിന് എന്ത് ചെയ്യാം? മടക്കി തയ്ച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് മാർക്ക് കൊടുക്കാം നീളത്തെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് എന്താണ്? ബസ്റ്റിൻ്റെ ലെങ്ത്താണ് നമ്മൾ പിന്നെ എഴുതി വെച്ചിട്ടുള്ളത്. ആ ബസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് കൊടുക്കാം, ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് അടിക്ക് കൊടുക്കാം. നമ്മൾ ചുരിദാറൊക്കെ പറയുമ്പോൾ, ചുരിദാറിനൊക്കെ ഡാർട്സ് വരണമെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയാറില്ലല്ലേ, സെൻറ്ററിൽ വരുന്ന ലെങ്ത്തുകൾക്കൊന്നും എക്സ്ട്രാ എടുക്കണ്ടെന്ന് പറയും. ഇതിനങ്ങനെയല്ല, ഇതിനെന്ന് വെച്ചാൽ ടൈറ്റ് ഡ്രസ്സാണല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇറക്കിയിട്ട് തന്നെ മാർക്ക്, ഇവിടെ തയ്യൽത്തുമ്പോൾ പോയി കഴിഞ്ഞാൽ അവിടെ കയറി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എത്രയാണോ നമ്മുടെ ബസ്റ്റിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് അതിനേക്കാൾ 1/2 ഇഞ്ച് കൂടുതലെടുത്തിട്ട് മാർക്ക് കൊടുക്കുക ബസ്റ്റിൻ്റെ ലെങ്ത്തിന്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ 2 ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തേത് എന്താണ് അളവിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്? നെക്കിൻ്റെ ലെങ്ത്താണ് അല്ലേ? എന്താടാ? അല്ല, ഓക്കെ. അപ്പോൾ ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാനാണ്. നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ ക്ലോത്തിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ക്ലോത്തിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അതല്ല നിങ്ങൾ മറ്റൊരു ക്ലോത്തിലൊക്കെ കട്ട് ചെയ്ത് വെച്ച് അടിക്കണതാണെന്നുണ്ടെങ്കിൽ ക്ലോത്തിൽ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ലാസ്റ്റിൽ അതിൽ നിന്ന് മാർക്ക് ചെയ്തിൽ വെച്ച് കൊടുക്കലുള്ളൂ. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കട്ട് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? പഠിക്കല്ലേ, അപ്പോൾ ലെങ്ത്ത് ഇതിൽ തന്നെ കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ നെക്കിൻ്റെ ലെങ്ത്ത് ഇവിടുന്ന് 5 ഇഞ്ചോ 5.5 ഇഞ്ചോ 6 6.5 4 എത്രയാണോ നിങ്ങൾ നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് അതേ ലെങ്ത്ത് തന്നെ ഇവിടെ മാർക്ക് കൊടുക്കുക. അവിടെ തയ്യത്തുമ്പോൾ കൂട്ടുകയും കുറക്കുകയും വേണ്ട. അപ്പോൾ പുതുതായിട്ട് വന്നവർക്ക് ചിലപ്പോൾ നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും കേട്ടിട്ടുണ്ടാവും മേൽഭാഗത്ത് എക്സ്ട്രാ തയ്യത്തുമ്പോൾ ഇവിടെ മാറ്റി വെച്ച് മാർക്ക് ചെയ്യണം എന്നുള്ളത്. നമ്മൾ അതിൽ നിന്നൊക്കെ തികച്ച് വ്യത്യസ്തമായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുമ്പോൾ ഇത് പഠിക്കുമ്പോൾ ഇത് തന്നെ ഫോളോ ചെയ്യുക. മറ്റുള്ളക്കാണ്ട് മാറ്റി വെക്കാം, മനസ്സിലുള്ളക്കാണ്ട് മാറ്റി വെക്കാം, കൺഫ്യൂഷൻ കൂടുള്ളൂ. ഓക്കെ, അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് അത് തന്നെ മാർക്ക് കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ ബേക്കിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതും മാർക്ക് കൊടുക്കാം. കട്ടാവുന്നില്ലടോ. ഓക്കെ, അപ്പോൾ ഒരു കോള് വരുന്നവർക്ക് കട്ടാക്കാൻ പറ്റുന്നില്ല. എല്ലാവരോടും പറയണം ക്ലാസ്സിൻ്റെ ടൈമിൽ വിളിക്കല്ലേ എന്നുള്ളത്. പക്ഷെ എന്നാലും കറക്റ്റ് നേരത്തെ ക്ലാസ്സിൻ്റെ നേരത്തെ തന്നെ വിളിക്കുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ കട്ടാവും അതിൻ്റെ ഒപ്പം. ഓക്കെ, അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം.
അത് ക്ലോത്തിൽ തന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ തന്നെ മാർക്ക് ചെയ്യാം. അല്ലാത്തതിൽ നമുക്ക് വേറെ മാർക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. പുറത്തുനിന്നാണ് നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറൊരു ക്ലോത്തിലാണ് കട്ട് ചെയ്യണത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ഇതിൽ മാർക്ക് ചെയ്യേ വേണ്ട. നെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്യണ്ട, വിടുത്തും മാർക്ക് ചെയ്യണ്ട. ഓക്കെ, ഇപ്പം നമുക്കിവിടെ നമ്മളിതിൽ തന്നെയാണ് മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യാം. എത്ര എടുക്കേണ്ടത്? നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം എത്രയാണോ നമ്മൾ എടുത്തിട്ടുള്ള, നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ചെസ്റ്റിൻ്റെ വണ്ണം എത്രയാണോ അതിൻ്റെ 12 ഭാഗം കാണാം. എന്നിട്ട് അതിവിടെ മാർക്ക് കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ നെക്കാണ് നമ്മളിവിടെ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. മോഡേൺ നെക്കുകളൊന്നും തയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഹെവി ആയിട്ടുള്ള ഒരു നെക്കും തയ്ക്കാൻ ഉദ്ദേശിക്കും. നോർമലായിട്ട് പഠിക്കുകയാണ്. അപ്പോൾ പിന്നെ അതിന് യോജിച്ചൊരു ഇക്വേഷനാണ് ഈ ചെസ്റ്റിൻ്റെ വണ്ണത്തിൻ്റെ 12 ഭാഗം എന്ന് പറയുന്നത്. അല്ലാത്ത രീതികൾക്ക് മാറ്റമുണ്ട്, ഒരുപാട് മാറ്റമുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒന്നാമത് നമ്മുടെ നെക്കിൻ്റെ റൗണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നെക്കിൻ്റെ പുതിയ ആളുകൾക്ക് അറിയില്ല, പുതുതായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് പേര്, അവർക്ക് അറിയില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. നെക്കിൻ്റെ റൗണ്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നെക്കിൻ്റെ അകലം കാണാം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ നെക്കിൻ്റെ അകലം കണ്ടിട്ടാണെങ്കിലും മോഡൽ അനുസരിച്ചിട്ട് മാറ്റം സംഭവിക്കും. എന്ത് മോഡൽ അനുസരിച്ച്, ഈ കോളർ നെക്കോ അല്ലെങ്കിൽ മറ്റുള്ള നെക്കുകളോ വരുമ്പോഴൊന്നും ഈ മാറ്റങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ ബേക്കിലെ നെക്കിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൽ മാറ്റം സംഭവിക്കും. ബേക്കിലെ നെക്കിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് അതേപോലെ ബോട്ട് നെക്കിനും ഇതിൽ മാറ്റം സംഭവിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നെക്ക് റൗണ്ട് അനുസരിച്ചിട്ടാണ് നെക്കിൻ്റെ പിടുത്തെടുക്കേണ്ടത്. അതാണ് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഈ ചെസ്റ്റിൻ്റെ റൗണ്ട് അനുസരിച്ചിട്ട് നെക്കിൻ്റെ പിടുത്തെടുക്കുന്നത് ഒരു 90% ആളുകൾക്ക് ഓക്കെ ആവും, ചിലർക്ക് അത് പാഴായി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ മുൻകൂട്ടി പറഞ്ഞു തരണം എന്തിനാണെന്ന് വെച്ചാൽ വിഷു കഴിഞ്ഞപ്പോഴും പടക്കം പൊട്ടിക്കൽ നിർത്തിയിട്ടില്ല. പറഞ്ഞു തരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ